നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷെഹ്സാദ് ഭാട്ടിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ SBN എന്നത് കഴിഞ്ഞ കുറേ നാളുകളായി വാർത്തകളിൽ ഇടം നേടുന്ന ഒരു പേരാണ്. സത്യത്തിൽ ഈ ഷെഹ്സാദ് ഭാട്ടിയ അല്ലെങ്കിൽ SBN ഷെഹ്സാദ് ഭാട്ടിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സാധനമാണ്. സാധാരണ ഇത്തരത്തിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടാണ്. പാകിസ്ഥാൻ്റെ ISI പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ, ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇന്ത്യയിൽ ബോംബാക്രമണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ദാവൂദ് ഇബ്രാഹിം. എന്നാൽ പിന്നീട് ഇയാൾക്ക് ഇന്ത്യയിൽ ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പാകിസ്ഥാനിലേക്ക് പോവുകയും പാകിസ്ഥാൻ ഇയാൾക്ക് വളരെ സുരക്ഷിതമായ ഒരു താവളം ഒരുക്കി കൊടുക്കുകയുമാണ് ചെയ്തത്. ഇതുവരെയും ദാവൂദ് ഇബ്രാഹിമിനെ പിടികൂടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. പാകിസ്ഥാൻ ദാവൂദ് ഇബ്രാഹിമിനെ വളരെ വ്യക്തമായി അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുകയാണ്. ദാവൂദ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ ദാവൂദ് ഇബ്രാഹിമിനെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇയാൾ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് എന്നുമാണ് ഇന്ത്യ പറയുന്നത്. എന്നാൽ ഇത് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലില്ല എന്നാണ് പാകിസ്ഥാന്റെ സൈന്യവും ISIയും പറയുന്നത്. ദാവൂദ് ഇബ്രാഹിമിനെ പോലെ തന്നെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു പ്രതാപകാലം കഴിഞ്ഞപ്പോൾ മറ്റൊരു വ്യക്തിയെ പാകിസ്ഥാൻ ISI കണ്ടെത്തിയിരിക്കുന്നു. അയാളാണ് ഈ പറയുന്ന ഷെഹ്സാദ് ഭാട്ടിയ. ഈ ഷെഹ്സാദ് ഭാട്ടിയ എന്നത് ദാവൂദ് ഇബ്രാഹിമിനെ പോലെ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ദില്ലിയിൽ ഈ ഷെഹ്സാദ് ഭാട്ടിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഷെഹ്സാദ് ഭാട്ടിയ നെറ്റ്വർക്ക് റിക്രൂട്ട് ചെയ്ത ചില ആളുകൾ, ചില ഇന്ത്യ വിരുദ്ധന്മാർ അവിടെ ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും ഭീകരതയ്ക്ക് അനുകൂലമായ ചില മുദ്രാവാക്യങ്ങളും മറ്റും എഴുതി വയ്ക്കുകയും പിന്നീട് ഇവരെ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. ഇവരിൽ നിന്നൊക്കെയാണ് ഷെഹ്സാദ് ഭാട്ടിയ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇയാൾ ISIയുടെ ദാവൂദ് ഇബ്രാഹിമിനെ പോലെ തന്നെ ISIയുടെ നിർദ്ദേശാനുസരണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻ ഹാൻഡിലർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക, അതിനുശേഷം ഇവരെ തീവ്ര ആശയങ്ങൾ അവരുടെ തലയിലുള്ളിലേക്ക് കയറ്റുക, അതിനുശേഷം ഭീകരാക്രമണങ്ങൾക്ക് അവരെ പ്രാപ്തരാക്കുക, ബോംബാക്രമണങ്ങൾ, ബോംബ് നിർമ്മിക്കാനുള്ള പാഠം പഠിപ്പിക്കുക, IED എക്സ്പ്ലോസീവ്സ് നിർമ്മിക്കുക, അതോടൊപ്പം തന്നെ പെട്രോൾ ബോംബ് ആക്രമണം നടത്തുക, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നടത്തി ഇന്ത്യയിൽ കലാപമുണ്ടാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഈ ഷെഹ്സാദ് ഭാട്ടിയ നെറ്റ്വർക്കാണ്. അതിനുവേണ്ടി അവർ ഇന്ത്യയിൽ നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം ഓൺലൈൻ വഴി നൽകുന്നു. ചില എൻക്രിപ്റ്റഡ് ആപ്പുകളിലെ ചാറ്റിംഗ് വഴികളിലൂടെയൊക്കെയാണ് ഇവർക്ക് തീവ്രവാദ പരിശീലനം നടക്കുന്നത്. പഴയതുപോലെ ഇവരെ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി പാക് അധീന കശ്മീരിലോ പാകിസ്ഥാനിലോ കൊണ്ടുപോയി ഭീകരത പരിശീലനം നൽകി തിരികെ കൊണ്ടുവരാനൊന്നും ഇപ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും ഇവരെ റിക്രൂട്ട് ചെയ്യുക, ഇവർക്ക് ഓൺലൈൻ വഴി പരിശീലനം കൊടുക്കുക, ആവശ്യം വരുമ്പോൾ ഇവരെ ഭീകരാക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുക, അത് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഈ ആക്രമണങ്ങൾ കമാൻഡ് ചെയ്യുക എന്നതൊക്കെയാണ് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നത്. ഇതിനുവേണ്ടി ഇവർ മയക്കുമരുന്ന് അതിർത്തി കടത്തി ഡ്രോണുകളിലൂടെയും മറ്റും എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആയുധങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന 200-ലധികം ഭീകരന്മാരെ ഇപ്പോൾ ഇന്ത്യ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്തയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇപ്പോൾ ഈ കാര്യം പുറത്തുവിടുകയാണ്. 200-ലധികം പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ പിന്തുണ ഷെഹ്സാദ് ഭാട്ടിയ ഗ്രൂപ്പ് റിക്രൂട്ട് ചെയ്തിട്ടുള്ള 200-ലധികം ഭീകരന്മാരെ ഇപ്പോൾ ഇന്ത്യയുടെ ഏജൻസികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു. 14 സംസ്ഥാനങ്ങളിലായി ഈ നെറ്റ്വർക്ക് വ്യാപിച്ചു കിടന്നിരുന്നു എന്നാണ് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിടുന്ന വിവരം പറയുന്നത്. ഇങ്ങനെ 14 സംസ്ഥാനങ്ങളിൽ നിന്നാണ് 200 ഭീകരരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സംശയം കേരളത്തിൽ നിന്നും ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നത് തന്നെയാണ്. സംശയം വേണ്ട, തീർച്ചയായും കേരളത്തിൽ നിന്നും 2 പേർ ഈ നെറ്റ്വർക്കിൽ പിടികൂടിയിട്ടുണ്ട്. UPയിൽ നിന്നും 62 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹരിയാനയിൽ നിന്നും 52 പേർ, ദില്ലിയിൽ നിന്നും 51 പേർ, പഞ്ചാബിൽ നിന്നും 41 പേർ, രാജസ്ഥാനിൽ നിന്നും 15 പേർ, മഹാരാഷ്ട്രയിൽ നിന്നും 8 പേർ, ഉത്തരാഖണ്ഡിൽ നിന്നും 5 പേർ, കർണാടക, ഗുജറാത്ത്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും 3 പേർ വീതം, തെലങ്കാന, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, കേരള എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും 2 പേർ വീതം. ഇങ്ങനെയാണ് 200-ലധികം ആളുകളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം
പിടികൂടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏജൻസികൾ പിടികൂടിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. NIA വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ഇവരെ പിടികൂടിയതിനു ശേഷം ദില്ലി കേന്ദ്രമായി പുതിയൊരു FIR കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പക്കൽ നിന്നും ആയുധങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പാക് നിർമ്മിത ഗ്രനേഡുകൾ, അതായത് പാകിസ്ഥാന്റെ ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മിച്ച പാകിസ്ഥാന്റെ മുദ്രയുള്ള ഗ്രനേഡുകളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. IED ഡിവൈസുകൾ, ബോംബ് ഉണ്ടാക്കാൻ ആവശ്യമായ IED ഡിവൈസുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പിസ്റ്റലുകളും കാഡ്രിച്ചുകളും CCTV ക്യാമറകളും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ CCTV ക്യാമറകൾ കഴിഞ്ഞ കുറേ നാളുകളായി ഭീകരവാദികൾ ഉപയോഗിച്ചു വരുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ ഹാൻഡിലർമാരാണ് ഈ ആക്രമണങ്ങൾ നിയന്ത്രിക്കുന്നത്. അവർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാനായി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഇന്റർനെറ്റ് അധിഷ്ഠിത ഈ CCTV ക്യാമറകൾ ഇവർ ഇൻസ്റ്റോൾ ചെയ്യും. ഈ CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നേരെ പാകിസ്ഥാനിലിരുന്ന് ഈ ഭീകരാക്രമണത്തെ നിയന്ത്രിക്കുന്നവർക്ക് ലഭിക്കും. അവരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശാനുസരണമായിരിക്കും ഈ കമാൻഡുകളോടുകൂടി ഈ ഭീകരാക്രമണം നടപ്പിലാക്കുക. അങ്ങനെയുള്ള CCTV ക്യാമറകൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കാണ് ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത്. റിയൽ ടൈം ഇന്റലിജൻസ് ഷെയറിംഗ്, സംസ്ഥാന പോലീസുകളുമായി സഹകരിച്ചുകൊണ്ട് റിയൽ ടൈം ഇന്റലിജൻസ് ഷെയറിംഗ് നടത്തിക്കൊണ്ടാണ് ഈ വലിയ ഓപ്പറേഷൻ 14 സംസ്ഥാനങ്ങളിലുമായി നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. അതായത് ഈ പറഞ്ഞ ഏറ്റവും വലിയ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടാണ്. അതായത് അതിനുള്ള മുന്നൊരുക്കങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അമിത്ഷാ ആ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല. ഇതിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. പക്ഷേ എല്ലാ ദിവസവും അമിത്ഷാ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ അതിരാവിലെ തന്നെ വരികയും നിരവധി തന്ത്രപ്രധാനമായ കൂടിയാലോചനകളും മീറ്റിങ്ങുകളും ഒക്കെ നടക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പാതിരാത്രി വരെയും, അതായത് അർദ്ധരാത്രി വരെയും അമിത്ഷാ തൻ്റെ ഓഫീസിൽ ഇരിക്കുമായിരുന്നു. അമിത്ഷായോടൊപ്പം കേന്ദ്ര ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പലതവണ അമിത്ഷായെ കാണാൻ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥർ ഈ അമിത്ഷായെ കാണാൻ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം തീർച്ചയായും ഈ പറയുന്ന വലിയ ഓപ്പറേഷന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് തൊട്ടു മുമ്പാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷെഹ്സാദ് ഭാട്ടിയ ഗ്രൂപ്പ് ഒരു വലിയ സാഹസം കാട്ടിയിരിക്കുന്നു. അത് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഭീകരാക്രമണങ്ങൾ നടത്താനും പദ്ധതിയിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 14 സംസ്ഥാനങ്ങളിൽ 200 ഭീകരന്മാർ ഒരുമിച്ച് അറസ്റ്റിലായത് എന്നാണ് ലഭിക്കുന്ന സൂചന. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വൻ ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി ഇവർ ആയുധങ്ങൾ സ്വരൂപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഭീകരാക്രമണങ്ങൾക്കുള്ള ആസൂത്രണവും നടത്തി വരികയായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ 200-ലധികം ഭീകരന്മാരെ ഇവിടേക്ക് പറഞ്ഞുവിട്ട് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ആ ആക്രമണം കമാൻഡ് ചെയ്യാനായിരുന്നു ISI ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഇത് കൈയോടെ പിടികൂടിയിരിക്കുന്നു. പാകിസ്ഥാന്റെ മറ്റൊരു ആക്രമണ ശ്രമമാണ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തീർച്ചയായും ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര് എന്നത് സംബന്ധിച്ച തെളിവുകൾ ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും NIAയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. തുടർ നടപടികൾ എന്തൊക്കെ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ രാജ്യം ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കാനായി 200-ലധികം ഭീകരന്മാരെ ഇവിടെ പറഞ്ഞയക്കുകയും മാത്രമല്ല രാജ്യത്തിന് പുറത്തു നിന്നും ആ ആക്രമണ പദ്ധതി നിയന്ത്രിക്കുകയും ചെയ്തവർക്ക് പാഠം പഠിപ്പിക്കേണ്ടേ, അല്ലെങ്കിൽ അവരെ പാഠം പഠിപ്പിക്കേണ്ടേ എന്നൊരു ചോദ്യം ഉയരുകയാണ്. ഇന്ത്യക്ക് നേരെ ഉയരുന്ന ഏതൊരു ഭീകരാക്രമണ ശ്രമവും അത് ഇന്ത്യക്ക് നേരെയായിട്ടുള്ള യുദ്ധമായി കരുതപ്പെടും എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വെടിനിർത്തിയപ്പോൾ ഇന്ത്യ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനിൻ്റെ കരങ്ങളുണ്ട് എന്ന തെളിവുകൾ ലഭിച്ചാൽ തീർച്ചയായും ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നത് ലോകം തന്നെ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ
നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഇപ്പോൾ ഈ 200 ഭീകരരുടെ അറസ്റ്റ് ഉയർത്തിക്കാട്ടപ്പെടുകയാണ്. ഇന്ത്യയുടെ സീറോ ടോളറൻസ് ടു ടെററിസം, തീവ്രവാദത്തോട് സീറോ ടോളറൻസ് എന്ന നയമാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്.